നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. രഘുവേട്ടൻ വേണ്ടാന്ന് വെച്ചാലും ആ കാശ് ഞാൻ പോയി വാങ്ങിക്കൊച്ച. ഞാനതിന് കിട്ടാനുള്ള കാശ് വേണ്ട നോക്കണം. എന്നോടാരും അങ്ങനെ ഒരു ഔദാര്യം കാണിച്ചിട്ടില്ലല്ലോ. എന്നുവെച്ച് എവിടെയും ചെന്ന് വഴക്കിനും വക്കാണത്തിനും നിൽക്കരുത്. നീ ഇപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. വീണ്ടും എന്തെങ്കിലും ഒരു കേസും കൂടി ഉണ്ടായാ നീ പോലീസിന്റെ കോടതിന് മുമ്പിൽ നോട്ടപ്പുള്ളിയാവും. എനിക്കറിയാം മാവ, ഞാൻ പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല, നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാനാ. ഒരു 10 ലക്ഷം രൂപയ്ക്ക് അമ്മാവനും എനിക്ക് വേണ്ടി ഒരു പാർട്ടിക്ക് ചെക്ക് കൊടുത്തിട്ടില്ലേ? പറ്റിയ ഇന്ന് തന്നെ അവരെ കൂടി ഒന്ന് കാണണം. അത് വേണോ? കയ്യിൽ പണമില്ലാതെ അവരുടെ മുമ്പിൽ ചെന്ന് ചാടിക്കൊടുക്കണോ? എന്നെ അവരൊന്നും ചെയ്യില്ല മാവ. അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തി ഞാൻ അവരുടെ അടുത്തേക്ക് പോവുള്ളൂ. എന്തെങ്കിലും ആവശ്യം വന്നാ ദാസിനെയോ ശബരിയോ വിളിക്കണം. സന്ധ്യയ്ക്ക് മുമ്പ് ഇങ്ങ് തിരിച്ചെത്താനും നോക്കണം. ശരി അമ്മാവ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. പോയിട്ടു ശരി. അനു ശരി ചേച്ചി. മോള് ചായ കുടിച്ചോ? കുടിച്ചു. കാര്യങ്ങള് അത്ര നിസ്സാരമല്ല. ആക്സിഡന്റ് ഉണ്ടാക്കിയ ഡ്രൈവർ കീഴടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം കാര്യമില്ല. മരിച്ചയാളുടെ ബന്ധുക്കളും പാർട്ടിക്കാരും പുറത്തു നിൽപ്പുണ്ട്. ഞങ്ങൾ കണ്ടിരുന്നു സർ. അത്ര നല്ല ആൾക്കാരൊന്നുമല്ല. ആക്സിഡന്റ് മരിച്ചയാളുടെ കുഴപ്പം കൊണ്ടാണെന്ന് എല്ലാവർക്കും വ്യക്തമായി അറിയാം. പക്ഷേ അവന്മാർക്ക് വേണ്ടത് പണമാണ്. അതിനു വേണ്ടിയുള്ള ഒച്ചയും ബഹളമാണ് പുറത്ത്. നിങ്ങൾ കണ്ടതല്ലേ സർ? നമ്മൾ എന്താ സർ ചെയ്യുക? വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല എന്നുള്ള കാര്യം അവരറിഞ്ഞിട്ടുണ്ട്. കേസിന് പോയാൽ അത് പ്രശ്നമാവും. ഡ്രൈവറും വണ്ടി ഓണറും ട്രാൻസ്പോർട്ട് കമ്പനിയും എല്ലാവരും അതിൽപ്പെടും. അതുകൊണ്ട് കേസില്ലാതെ ഒതുക്കുന്നതായിരിക്കും ബുദ്ധി. പ്രശ്നമൊന്നും ഉണ്ടാവാതെ സാറൊന്ന് സെറ്റിൽ ചെയ്ത് തരൂ. ഒരു തുക പ്രതീക്ഷിച്ച് അവർ നിൽക്കുന്നേ, അല്ലാതെ മരിച്ച ആളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. നിങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കും. സാർ അവരുമായിട്ടൊന്ന് സംസാരിക്കാവോ? എന്താ അവരുടെ ഡിമാൻഡ് എന്ന് അറിയില്ലല്ലോ. അതെ സർ, ട്രാവൽസ് ഇപ്പോൾ പെങ്ങളുടെ പേരില. അവളെ സ്റ്റേഷനിലും കോടതിയിലും കയറ്റാൻ ഇടയാവരുത്. ശരി, ഞാനവരോട് സംസാരിക്കാം. ആ ശരി സാർ. കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോ നിങ്ങളെ കണ്ട് നന്ദി പറയണമെന്ന് ഇവൾക്ക് ഒരേ വാശി. അതാ കൂടെ പോന്നെ. നന്ദി പറയാനോ? എന്തിനാ അമ്പിളി നന്ദിയൊക്കെ? രഘുവേട്ടനെ പുറത്തിറക്കാൻ മനസ്സ് കാണിച്ചതിന് എങ്ങനെ അതിന് നന്ദി പറയണ്ടേന്ന് എനിക്കറിയില്ല. എന്നും ഞങ്ങളുടെ പ്രാർത്ഥനകളില് നിങ്ങൾ എല്ലാവരും ഉണ്ടാവും. സന്തോഷം. പക്ഷേ ഞാൻ ചെയ്ത അത്ര വലിയ കാര്യമൊന്നുമല്ല. ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്ക് പണത്തിന് കുറവൊന്നുമില്ല. അതുകൊണ്ട് ചെറിയൊരു സഹായം ചെയ്യാൻ സാധിച്ചാൽ അതൊരു സന്തോഷമായിരിക്കും. പക്ഷേ പണം കയ്യിലുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ ദൂർത്തടിച്ച് കളഞ്ഞാൽ പോലും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സ് കാണിക്കാത്തവരുടെ ഈ കാലത്ത് സാറിനോട് ദ്രോഹം മാത്രം ചെയ്ത എനിക്ക് വേണ്ടി ലക്ഷങ്ങൾ മുടക്കിയത്. അതെ, ഗോകുലിന്റെ നിരപരാധിത്വം മനസ്സിലാക്കാതെ ഞങ്ങളെല്ലാവരും നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു. അതിന് മാപ്പ് പറയാൻ വേണ്ടി കൂടിയാ ഞാൻ വന്നത്.
അതിന് നിങ്ങളെ ആരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. എന്റെ ഏട്ടന്റെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം നിങ്ങളൊക്കെ ഏട്ടനെ തെറ്റിദ്ധരിച്ചത്. അതെ, ആരായാലും നിങ്ങൾ ചിന്തിച്ച രീതിയിലേ ചിന്തിക്കൂ. സ്വന്തം മകനായിട്ട് പോലും ഞാൻ എൻ്റെ കുഞ്ഞിനെ തെറ്റിദ്ധരിച്ചു. ഗൂഗിൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ മഞ്ചാടിക്കെതിരെ അവനൊന്നും ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാ. കാരണം മഞ്ചാടി അവൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. ഒരു വാക്കുകൊണ്ട് പോലും ആരും അവളെ മോശം പറയുന്നത് അവന് സഹിക്കില്ല. എന്റെ മോനെ ആരും മനസ്സിലാക്കിയില്ല. മടുത്തിട്ട് അവൻ ഇവിടെ വിട്ടു പോയത്. പക്ഷേ എന്നിട്ടും കരയാതെ അമ്മ. ആന്റി വിഷമിക്കണ്ട, ഞാൻ വാക്ക് പറഞ്ഞില്ലേ. ഗൂഗിളിനെ നമ്മൾ പുറത്തുകൊണ്ടുവന്നിരിക്കും. അതിന് ചെറിയൊരു തുമ്പ് കിട്ടിയിട്ടുണ്ട്. തുമ്പോ? എന്ത് തുമ്പ്? പറ, അതറിയാൻ കൂടിയാ ഞാൻ വന്നേ. അത് പിന്നെ രഘുവേട്ടാ, അന്ന് ആ സംഭവം ഉണ്ടായ ദിവസം ഹോട്ടൽ റൂമിൽ നിന്നൊരു മൊബൈൽ ഫോൺ അന്ന് അവിടെ ജോലി ചെയ്ത റൂം ബോയ്ക്ക് കിട്ടിയിരുന്നു. ഗൂഗിളിന് നിരപരാധിത്വം അറിയാവുന്ന ഹോട്ടൽ മാനേജരാ ഈ വിവരം എന്നെ അറിയിച്ചത്. എന്നിട്ട് ആ ഫോൺ റൂം ബോയ് ഒരു മെക്കാനിക്കിനെ ഏൽപ്പിച്ചെന്നാ ഞാൻ അന്വേഷിച്ച് പറഞ്ഞു. ആ ഫോൺ കിട്ടിയ ഗൂഗിളിനെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു തെളിവ് അതിലുണ്ടാവും തന്നെ എനിക്ക് തോന്നുന്നത്. അല്ല, രഘുവിന് എന്താ തോന്നുന്നത്? ഹേമന്ത് പറഞ്ഞതിൽ കാര്യമുണ്ട്. നമുക്കേതായാലും ആ ഫോം വീണ്ടെടുക്കണം. ചിലപ്പോ ഈശ്വരനായിട്ട് കാണിച്ചെന്ന വഴിയാവും. എന്നാ നമുക്ക് ആ മെക്കാനിക്കിനെ പോയി കണ്ടാലോ രഘുവേട്ടാ? ആ, എങ്കിൽ ഇപ്പൊ തന്നെ പോവാം. ഇനിയും സമയം കളയാൻ പാടില്ല. അമ്പിളി, നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയിട്ട് വേഗം തിരിച്ചു വരാം. ശരി രഘുവേട്ടൻ. രഘുവേട്ടൻ പോയിട്ട് വാ. സാറേ, എങ്കിൽ ഞങ്ങൾ പോയിട്ട് വരാം. ഞങ്ങൾ ആ മെക്കാനിക്കിനെ കണ്ട് സംസാരിച്ച് അയാൾക്ക് എത്ര പണം വേണമെങ്കിലും കൊടുക്കാം. എങ്ങനെയെങ്കിലും ആ ഫോൺ മേടിച്ചെടുക്കണം. മാക്സിമം ശ്രമിച്ചു നോക്കാം. എന്നാ നമുക്കിറങ്ങാം. ശരിപ്പോ. ഇരിക്കേ. ആ, ഞാൻ അവരോട് സംസാരിച്ചു. അവര് 25 ലക്ഷം വേണമെന്നുള്ള പിടിച്ച പിടിയിൽ അങ്ങനെ നിൽക്കുക. ഏട്ടാ, ഒരുവിധം സംസാരിച്ച് 15 ഒതുക്കിയിട്ടുണ്ട്. സർ, 15 ലക്ഷോ? അതെ, 2 ദിവസം കൊണ്ട് ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്യണം. സർ, ഞങ്ങളിപ്പോ നല്ല ടൈറ്റിലാ. ഇത്രയും എമൗണ്ട് ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയ സാഹചര്യത്തിലല്ല. അതെ സർ. സർ, എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുമോ? നടക്കില്ല ഇന്ദ്ര. എത്രയും പെട്ടെന്ന് ക്യാഷ് സെറ്റിലാക്കാൻ നോക്ക്. പിന്നെ ട്രാവൽസ് നിങ്ങളുടെ പെങ്ങളുടെ പേരിലായതുകൊണ്ട് അവരെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയം തരണം സർ. 2 ദിവസം കൊണ്ട് 15 ലക്ഷം രൂപ